സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഏറ്റവും കടുത്ത പോരാട്ടം നടക്കുന്നൊരു മണ്ഡലമാണ് പത്തനംതിട്ട. തോമസ് ഐസക്ക് ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. തോമസ് ഐസക്കിനെതിരെ ഇ.ഡി. സമൻസ് അയച്ച കാര്യങ്ങളൊക്കെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നതാണ്. പത്തനംതിട്ട CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇരുവിഭാഗം തമ്മിൽ ഏറ്റുമുട്ടിയ കഥ വന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റൊരു വിഷയമാണ് ഇന്നത്തെ ചർച്ചയ്ക്ക് പ്രധാന കാരണമായി മാറുന്നത്. ഇത് ഡോക്ടർ തോമസ് ഐസക്ക് കുറച്ച് ദിവസം മുൻപ് തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു വിഷയമാണ്. നമുക്കറിയാം, പൂഞ്ഞാറിൽ പള്ളിയിൽ അവിടെ പള്ളി സഹവികാരിക്കെതിരെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ അവിടെ ബൈക്ക് റേസിംഗ് നടത്തിയതും അത്തരം വിഷയങ്ങൾ അവിടെ ഉണ്ടാകുകയും ഒക്കെ ചെയ്തതാണ്. അതിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളും വർഗീയ ചർച്ചകളും ഒക്കെ നടന്ന് അതങ്ങ് അവസാനിച്ചിരിക്കുന്ന ഘട്ടമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ ഒരു തെമ്മാടിക്കൂട്ടമാണ് ആക്രമണം നടത്തിയത് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ നടത്തുന്ന സാഹചര്യം വന്നു. ഇതിനെല്ലാം പിന്നാലെ ആ പ്രതിഷേധമെല്ലാം ഒന്ന് തണുത്ത് നിൽക്കുമ്പോഴാണ് ഐസക്ക് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് അവിടെ ഒരു പുതിയ രാഷ്ട്രീയത്തിന് പത്തനംതിട്ടയിൽ തുടക്കമിട്ടിരിക്കുന്നത്. ഇത് അവിടെ ഈരാറ്റുപേട്ടയിൽ നടന്നൊരു പ്രതിഷേധ യോഗമാണ്. അതായത് ഈ സംഭവത്തെ തുടർന്നുണ്ടായ പ്രതിഷേധ യോഗമാണ്. ഇതിൽ തോമസ് ഐസക്കും ഒക്കെ പങ്കെടുത്ത യോഗമാണ്. KT ജലീൽ, ഒരുപക്ഷെ മുൻ ലീഗ് നേതാവും CPM സഹയാത്രികനും ആയ KT ജലീൽ ഉൾപ്പെടെ പങ്കെടുത്തൊരു യോഗമായിരുന്നു. തോമസ് ഐസക്കും പങ്കെടുത്തു. ആ യോഗത്തിൽ വെച്ച് സംസ്ഥാന സർക്കാരിനെ നിശിതമായി LDFനെ നിശിതമായി വിമർശിച്ചു. മൗലവി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഐസക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഫലത്തിൽ ഈ പോസ്റ്റാണ് അവിടെ വീണ്ടും പുതിയ രാഷ്ട്രീയ ചേരിതിരിവുകൾക്ക് കളം ഒരുക്കിയിരിക്കുന്നത്. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷൻ്റെ സ്ഥലം വിട്ട് ഒരു സിവിൽ സ്റ്റേഷൻ പണിയുന്നതിനായി സർക്കാർ തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നു. അതിനെതിരെ ജില്ലാ പോലീസ് മേധാവി ഈരാറ്റുപേട്ട തീവ്രവാദികളൊക്കെ അവിടെ നിന്ന് തീവ്രവാദികൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്, അത്തരം സ്വഭാവങ്ങളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ്റെ ഡെവലപ്മെൻറ്റിന് അവിടെ സ്ഥലം വേണം, അതുകൊണ്ട് ഈ സ്ഥലം വിട്ടുകൊടുക്കാനാകില്ല എന്നൊക്കെ പറഞ്ഞ വിവാദം നേരത്തെ ഉണ്ടാകുകയും പോലീസ് ആ റിപ്പോർട്ട് തിരുത്തുകയും ചെയ്തതാണ്. ഏറ്റവും ഒടുവിൽ ഈ ഒരു സംഭവത്തിൽ പള്ളിയിലച്ഛന് നിസാര പരിക്കുകളാണ് ഉണ്ടായത്. കാര്യപ്പെട്ട പരിക്കുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ 307 വധശ്രമ കുറ്റം ചുമത്തിയത് ശരിയല്ല എന്നൊക്കെ ഉള്ള നിലപാടിലേക്ക് CPM എത്തുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ വധശ്രമം കേസ് പിൻവലിച്ചുകൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഈ സംഭവങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഐസക്ക് ഇതൊന്നുമില്ലാത്തൊരു സമയത്തിട്ടൊരു പോസ്റ്റാണ് വളരെ പ്രധാനമായി. ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ ഈരാറ്റുപേട്ടയിലെ മുസ്ലിം സമൂഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോടൊപ്പമാണ് നിന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഇടതുപക്ഷത്തിന് PC ജോർജിനെതിരെ അവിടെ വിജയമുണ്ടായത് എന്നും ഐസക്ക് പറയുന്നുണ്ട്. ഫലത്തിൽ ഈ വിഷയത്തിൽ മുറിവേറ്റ് നിൽക്കുന്ന ഒരു വിഭാഗമായാണ് അവിടുത്തെ പൂഞ്ഞാറിലെ ക്രൈസ്തവ വിഭാഗം മാറിയിരിക്കുന്നത്. ഇപ്പുറത്ത് മുസ്ലിം വിഭാഗവും പ്രത്യേകിച്ച് കുട്ടികൾക്കെതിരെ 307 വകുപ്പൊക്കെ ചുമത്തിയപ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാകുകയും അത്തരം ചർച്ചകളെല്ലാം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ മന്ത്രി VN വാസവൻ ഇടപെട്ട് ചർച്ച ചെയ്ത് പരിഹരിച്ചതാണ്. പക്ഷേ ഇങ്ങനൊരു പരാമർശം ഉണ്ടായതോടെ അവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗത്തിന് വീണ്ടും അല്പം വേദന ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഐസക്ക് ഒരു വേദിയിൽ മാത്രം പോവുകയും അവർക്ക് അനുകൂലമായി പ്രസ്താവന ഇറക്കി ഫേസ്ബുക്കിൽ ഇറക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പള്ളിയിലച്ഛന് നിസാര പരിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 307 എടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് സ്ഥാപിക്കുകയും മാത്രമല്ല PC ജോർജിനെ തോൽപ്പിച്ചത് അവിടുത്തെ മുസ്ലിം വോട്ടുകൾ കിട്ടിയതുകൊണ്ടാണ് എന്നൊക്കെ പറയുകയും ചെയ്ത് ഒരു കൃത്യമായ രാഷ്ട്രീയ മുതലെടുപ്പിന്, അതായത് ഈരാറ്റുപേട്ടയുടെ വോട്ട്, അവിടെ ഏതാണ്ട് 10-30,000 മുസ്ലിം വോട്ടുകളുണ്ട്, ആ വോട്ട് പൂർണ്ണമായും നേടിയെടുക്കാൻ ഐസക്ക് നടത്തിയ ശ്രമമായിട്ടാണ് യഥാർത്ഥത്തിൽ അപ്പുറത്ത് ക്രിസ്ത്യൻ വിവിധ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു ചർച്ച. യഥാർത്ഥത്തിൽ മുസ്ലിം വോട്ടുകൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഐസക്ക് നടത്തുന്ന ഒരു നീക്കമായി ആ വിഭാഗം ഇതിനെ കാണുമ്പോൾ അവർ മറ്റൊരു അമ്പ് കൂടി എയ്യുന്നുണ്ട്. ഇതിൽ ആൻ്റണി MP നിലപാട് എന്താണ് എന്നാണ് ഈ ക്രൈസ്തവ വിഭാഗം ചോദിക്കുന്നത്. കാരണം ഇതിൽ പരമ്പരാഗതമായി മുസ്ലിം വോട്ടുകൾ UDFന് ലഭിച്ചിരുന്നതാണ്. ആ വോട്ടുകൾ തട്ടിയെടുക്കാനുള്ള ഒരു ട്രിക്കുമായാണ് തോമസ് ഐസക്കും മറ്റും ഇറങ്ങിത്തിരിക്കുകയും ഈ കേസിൽ ഇളവടക്കം വരുത്തുന്നു. അതേപോലെ തീവ്രവാദ സ്വഭാവമുള്ള സ്ഥലം എന്ന റിപ്പോർട്ടടക്കം തിരുത്തിക്കൊണ്ടുള്ള നടപടിയിലേക്കൊക്കെ കടക്കുന്നത് അത് കുറച്ച് മുമ്പ് നടന്നതാണ്. ഈ അവസാനത്തെ സംഭവമാണ് ഇപ്പോൾ ഉണ്ടായത്. ഇതെല്ലാത്തിന് പിന്നിൽ വോട്ട് തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലായിരിക്കുന്നു. തൊട്ടിപ്പുറത്ത് ഇവർ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെയെങ്കിൽ ആൻ്റണിയുടെ നിലപാട് എന്ത് എന്നുള്ളതാണ്. അതായത്
ഈ പൂഞ്ഞാറിൽ വൈദികൻ ആക്രമിക്കപ്പെടുന്ന സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ എല്ലാ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും ആ നാട്ടിൽ എത്തിയിരുന്നു. ആൻ്റണി, PC ജോർജ്, ഒപ്പം തന്നെ വിവിധ CPM നേതാക്കൾ, അങ്ങനെ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, ഇടതുപക്ഷത്തു നിന്നുള്ള MLA ആയിട്ട് സെബാസ്റ്റ്യൻ കുളത്തിങ്കലും എത്തി. അങ്ങനെ ആ പൂഞ്ഞാറിൽ പള്ളിയിൽ മാത്രം പോയി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വലിയ വിവാദങ്ങളും വർഗീയ ചർച്ചകളും ഒക്കെ കൊടുമ്പിരിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ആൻ്റണിയുടെ നിലപാടെന്ത് ഈ ഐസക് പറഞ്ഞതിൽ? അതായത് ഒന്നുകിൽ ആൻ്റണി ഈ 307 അതായത് വധശ്രമ കേസ് പിൻവലിച്ചതിനെ ന്യായീകരിക്കണം, അല്ലെങ്കിൽ അതിനെ തള്ളിപ്പറയണം. ആൻ്റണി ഒരു നിലപാടും പറഞ്ഞിട്ടില്ല. ഫലത്തിൽ ഐസക്കിനെതിരായ നിലപാടിലേക്ക് ക്രൈസ്തവ വിഭാഗത്തിലെ ഒരു വിഭാഗം എത്തുമ്പോൾ, അതായത് ഒരു ക്രിസംഗി എന്നൊക്കെ രൂപപ്പെടാവുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ പൂഞ്ഞാർ സംഭവത്തിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ വലിയൊരു ചേരിതിരിവ് അങ്ങനെ തന്നെയായിരുന്നു. അതൊന്ന് തണുത്ത് നിൽക്കുമ്പോഴാണ് ഐസക് ഇങ്ങനൊരു പോസ്റ്റ് ഇടുകയും വീണ്ടും അത് രൂപപ്പെടുകയും ചെയ്യുന്നത്. ഫലത്തിൽ ആൻ്റണി മറുപടി പറയുന്നില്ല. ഫലത്തിൽ ഇതൊരു ക്രിസംഗി വികാരം വീണ്ടും അവിടെ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതായത് പത്തനംതിട്ടയുടെ രാഷ്ട്രീയത്തിൽ മുസ്ലിം വോട്ടുകൾ ഇടതുപക്ഷം കൃത്യമായി ആഗ്രഹിക്കുന്നു, അത് നേടിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നു. തൊട്ടിപ്പുറത്ത് കോൺഗ്രസ് വോട്ടുകൾ കിട്ടിയിരുന്ന കോൺഗ്രസിന് ലഭിച്ചിരുന്ന മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ക്രൈസ്തവ വോട്ടുകളും ആ മേഖലയിൽ LDFന് നഷ്ടപ്പെടും, കൂടാതെ UDFനും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അവിടെയാണ് അനിൽ ആൻ്റണി എന്ന BJP സ്ഥാനാർത്ഥിയുടെ സാധ്യത ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് ക്രിസംഖികൾ എന്ന് രൂപപ്പെടുന്ന ഒരു തീവ്ര ക്രൈസ്തവ വിഭാഗം ഇത്തരം വൈകാരിക വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കുന്ന കാസ പോലുള്ള സംഘടനകളൊക്കെ ഒരു ഘട്ടത്തിൽ PC ജോർജിനെ സ്ഥാനാർത്ഥിയാകാത്തതിൽ വലിയ എതിർപ്പും BJPയോടുള്ള ഒരു എതിർപ്പിലും ഒക്കെ എത്തിയിരുന്നതാണ്. പക്ഷേ അതിനെല്ലാം പിന്നാലെ അനിൽ ആൻ്റണി വന്നു. അനിൽ ആൻ്റണിയോട് ഒരു താല്പര്യവും കാണിച്ചിരുന്നില്ല. പക്ഷേ ഈ ഒരു ഐസക്കിൻ്റെ പുതിയ ട്രിക്കുകൾ അനുസരിച്ച് ഫലത്തിൽ ആ ഒരു വികാരം വീണ്ടും ഉണരുകയും അത് അനിൽ ആൻ്റണിയോട് ചേർന്ന് നിൽക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നു. അതായത് അനിൽ ആൻ്റണി വലിയ നേട്ടമുണ്ടാക്കും എന്നൊക്കെ പലരും പറയുമ്പോഴും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുസ്ലിം വോട്ടുകൾക്കായി ഐസക് നീക്കം നടത്തുന്നു. ഇപ്പുറത്ത് ക്രിസ്ത്യൻ വോട്ടുകളിൽ കൃത്യമായി കടന്നു ചേരാൻ, അതായത് മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെടുത്താൻ ആൻ്റണിക്കും താല്പര്യമില്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ നിലപാട് പറയുന്നില്ല. ഫലത്തിൽ ആ മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായും ഐസക്കിലേക്ക് തന്നെ പോകുമോ, അതോ ആൻ്റണിക്ക് ഷെയർ ചെയ്യപ്പെടുമോ? ഇതിനൊക്കെ അപ്പുറത്തേക്ക് ക്രിസ്ത്യൻ വോട്ടുകളിൽ കാര്യമായ സ്വാധീനമുണ്ടാക്കാൻ BJPക്ക് കഴിയുന്ന നിലയിലൊരു സാഹചര്യം ആണ് ഫലത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഐസക്കിൻ്റെ ഈ നീക്കത്തിലൂടെ അനിൽ ആൻ്റണിക്ക് പുതുജീവൻ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് മണ്ഡലത്തിലാകെ ഒരു വലിയ തരംഗമായി മാറുകയാണെങ്കിൽ പല അത്ഭുതങ്ങളും സംഭവിച്ചേക്കാം. ഒരുപക്ഷെ അനിൽ ആൻ്റണിയുടെ വിജയത്തിലേക്ക് കഴിഞ്ഞ 3 ലക്ഷം വോട്ടുകൾ K. സുരേന്ദ്രന് കിട്ടുന്നു. 3,36,000 വോട്ടുകൾ വീണ ജോർജിന് കിട്ടുന്നു. അതായത് ക്രൈസ്തവ വോട്ടുകളിൽ ഓർത്തഡോക്സ് വോട്ടുകളുടെയൊക്കെ വലിയൊരു ഏകീകരണം അന്നുണ്ടാകുകയും അങ്ങനെയാണ് ശബരിമല വിഷയമുണ്ടായിട്ടും വീണ ജോർജിന് അത്രത്തോളം വോട്ട് കിട്ടുന്നത്. ഏതാണ്ട് 3,60,000-70,000 വോട്ടുകളായിരുന്നു ആൻ്റണിക്ക് ലഭിച്ചത്. അതായത് K. സുരേന്ദ്രനുമായി, അതായത് കഴിഞ്ഞ തവണ K. സുരേന്ദ്രന് കിട്ടിയ 3 ലക്ഷം വോട്ടിൽ നിന്നൊരു 50,000 വോട്ട് അധികം ലഭിച്ചാൽ അത് ക്രൈസ്തവ വോട്ടുകളൊന്നും കാര്യമായി കയറി ചെല്ലാനൊന്നും K. സുരേന്ദ്രന് സാധിച്ചില്ല. അത്രത്തോളം വോട്ടുകൾ ലഭിക്കുകയും കഴിഞ്ഞ തവണത്തെ വോട്ട് നിലനിർത്താൻ കഴിയുകയും ചെയ്താൽ അനിൽ ആൻ്റണി പത്തനംതിട്ടയിൽ പുതിയ ചരിത്രമാകും എന്നുള്ളതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്.